ജീവിതം കൈത്തറിനൂലിന കവിതകൾ നെയ്യുന്ന തെയ്യത്തിൻ നാട്ടിൽ ഒരു വസന്തം. ജൻവാണി 90.8 FM റേഡിയോ. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോക വൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഉത്തരവ് കൂടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൊവ്വാഴ്ച ഒരു ഫെഡറൽ കോടതി വിധിച്ചു. അമേരിക്കൻ കമ്പനികൾക്ക് വിദേശത്തു നിന്നും വിദഗ്ധ തൊഴിലാളികളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് H-1B വിസയിലാണ്. ട്രംപ് വരുന്നതിന് മുമ്പ് $1450 മുതൽ $4500 വരെ ആയിരുന്നു ഈ വിസയുടെ ഫീസ്. ഇത് $1,00,000 ട്രംപ് വർദ്ധിപ്പിച്ചു. ഇതിനെതിരെ അമേരിക്കയിലെ 20 സംസ്ഥാനങ്ങൾ ചേർന്ന് നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ വിധി. വിദേശത്തു നിന്നും വിദഗ്ധന്മാരെ ഇറക്കുമതി ചെയ്യുന്നത് മൂലം അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. ഇങ്ങനെ ഒരു പിഴ ചുമത്താൻ ഭരണഘടന പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ല എന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. പരാതിക്കാർ ഈ വിധിയെ സ്വാഗതം ചെയ്തു. എന്നാൽ അനാവശ്യമായ ഇടപെടൽ എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാനുള്ള ട്രംപിന്റെ 2 ഉത്തരവുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു ഹെലികോപ്റ്റർ ഞായറാഴ്ച ഇറാൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ തകർന്നു. ഇതിനെതിരെ വളരെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയതായി ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്ക നടത്തുന്ന എല്ലാ ആക്രമണങ്ങൾക്കുമെതിരെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തിങ്കളാഴ്ച ഇറാൻ പ്രതികരിച്ചു. ഇറാനും അമേരിക്കയും പരസ്പരം ആക്രമിച്ചു തുടങ്ങിയതോടെ ഇവർ തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചതായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ചർച്ചകൾ ബഹിഷ്കരിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ചർച്ചകൾ തുടരുകയാണെന്നും അടുത്തു തന്നെ കരാർ ഒപ്പിടും എന്നാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കു മാത്രമല്ല, ബാബേൽ മാൻഡേബ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതവും നിയന്ത്രിക്കും എന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാന്റെ സഖ്യകക്ഷിയായ ഹൗദികൾ ചെങ്കടൽ വഴി വരുന്ന എതിരാളികളുടെ കപ്പലുകളെ ആക്രമിക്കും എന്ന ഭീഷണിയുമുണ്ട്. വെടിനിർത്തൽ തുടരുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി യുദ്ധം തുടരുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധവും ഇസ്രായേൽ ലെബനോൺ യുദ്ധവും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഈ ആഴ്ചയിൽ 2 കാര്യങ്ങൾ കൂടി ഇറാൻ വ്യക്തമാക്കി. ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങില്ല. ലെബനോണിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാതെ ഒരു കരാറിലും ഇറാൻ ഒപ്പുവെക്കില്ല. 60 ദിവസത്തിൽ കൂടുതൽ ഒരു യുദ്ധം നീണ്ടുപോയാൽ പ്രസിഡന്റ് കോൺഗ്രസിന്റെ അനുമതി തേടണം എന്നാണ് അമേരിക്കയുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നത്. ഏപ്രിൽ 28-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെന്നും അതുകൊണ്ട് ഇറാനെതിരെയുള്ള യുദ്ധത്തിന് ഇത് ബാധകമല്ല എന്നുമാണ് ട്രംപിനോടടുത്ത വൃത്തങ്ങളുടെ വിശദീകരണം. വെടിനിർത്തൽ പലതവണ ലംഘിക്കപ്പെട്ടു എന്നും ഇപ്പോഴും അമേരിക്ക ഇറാനെതിരെയുള്ള യുദ്ധം തുടരുകയാണെന്നുമാണ് എതിരാളികളുടെ വിമർശനം. അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ലോക ഫുട്ബോൾ കപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ
ഇറാൻ ടീമിന് അമേരിക്ക അനുമതി നൽകി. എന്നാൽ താരങ്ങൾക്ക് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ ഈ അനുമതിയുടെ ശോഭ കെടുത്തുന്നതാണ്. നേപ്പാൾ ഇന്ത്യ അതിർത്തി തർക്കം പരിഹരിക്കാൻ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യപ്പെടില്ല എന്ന് നേപ്പാളിലെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ബ്രിട്ടനോ ചൈനയോ ഇടപെടുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ പ്രഖ്യാപനത്തിനുള്ള മറുപടിയായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ലിപു ലേക്ക് ചുരത്തിലൂടെയുള്ള കൈലാസ് മാനസരോവർ യാത്ര വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് അതിർത്തി തർക്കങ്ങൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത്. ഇന്ത്യ, ചൈന, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ലിപു ലേക്ക് ചുരം. ഈ ചുരത്തോടനുബന്ധിച്ചുള്ള കുറച്ചു സ്ഥലങ്ങളുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് ഇന്ത്യയും നേപ്പാളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് പരിഹരിക്കാൻ ചൈനയുടെയും ബ്രിട്ടന്റെയും സഹായം തേടുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരുന്നു. സഹായം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തെളിവുകളാണെന്നും നേരിട്ടുള്ള ഇടപെടൽ അല്ല എന്നും കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. നിയമവിരുദ്ധമായി ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുന്ന വിദേശികൾക്കെതിരെയുള്ള തദ്ദേശീയരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നിയമവാഴ്ചയ്ക്ക് വെല്ലുവിളിയാകുന്നു. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ധാരാളം പേർ ദക്ഷിണാഫ്രിക്കയിൽ കുടിയേറി പാർക്കുന്നുണ്ട്. ഇവരെ പുറത്താക്കണം എന്ന ആവശ്യത്തിന് 2 പതിറ്റാണ്ടോളം പഴക്കമുണ്ട്. മാർച്ച് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഗവൺമെന്റിന് ഭീഷണിയായിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പ്രകടനക്കാർ വിദേശികളെ മാത്രമല്ല ഇവർക്ക് ജോലി നൽകുന്ന നാട്ടുകാരെയും ആക്രമിക്കുന്നു. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കുന്നത് വിദേശികളാണ് എന്നാണ് പ്രകടനക്കാർ ആരോപിക്കുന്നത്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും പുറത്താക്കുമെന്നും പ്രസിഡന്റ് സിറിൽ രാമപോസ വ്യക്തമാക്കിയിട്ടുണ്ട്. ഘാന, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ നടത്തിയതായി സിറിൽ രാമപോസയെ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലബനോനെതിരെ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പല പ്രാവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ഇരു നേതാക്കന്മാരും ക്ഷോഭിച്ചു സംസാരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലബനോൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തങ്ങളുടെ സഖ്യകക്ഷിയാണെന്നും ഇറാൻ അമേരിക്ക കരാറിന്റെ പരിധിയിൽ ഈ യുദ്ധം കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇറാൻ വാശി പിടിച്ചതിനെ തുടർന്നാണ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായത്. ഇറാൻ അമേരിക്ക യുദ്ധവും ഇസ്രായേൽ ലബനോൻ യുദ്ധവും രണ്ടാണെന്നും ഇവയെ പരസ്പരം ബന്ധിപ്പിക്കരുത് എന്നുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. അമേരിക്കയെ ധിക്കരിച്ചാൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുമെന്ന് ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് ലബനോനെതിരെയുള്ള സൈനിക നടപടികൾ നിർത്തിവെക്കാൻ ഇസ്രായേൽ തയ്യാറായത്. എന്നാൽ ചൊവ്വാഴ്ച ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ലബനോനെ പല പ്രാവശ്യം ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. വടക്കൻ അയർലൻഡിൽ ചൊവ്വാഴ്ച ആരംഭിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കറുത്ത വസ്ത്രവും മുഖം മൂടിയും ധരിച്ചാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. വിദേശികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിയ പ്രകടനക്കാർ
വിദേശികളുടെ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുകയും ചിലരെ ആക്രമിക്കുകയും ചെയ്തു. വിദേശികളായ വിദ്യാർത്ഥികളും നിരവധി ആരോഗ്യ പ്രവർത്തകരുമുള്ള ഒരു രാജ്യമാണ് അയർലൻഡ്. ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ ക്ഷാമമുള്ളതുകൊണ്ടാണ് വിദേശങ്ങളിൽ നിന്നും നഴ്സുമാരെയും ഡോക്ടർമാരെയും സർക്കാർ അയർലൻഡിലേക്ക് കൊണ്ടുവരുന്നത്. തന്മൂലം ഇവരെ സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഞായറാഴ്ച ഹാദി ഒലോഡി എന്ന ഒരു സുഡാൻ പൗരന്റെ കത്തിക്കുത്തേറ്റ് ഒരു നാട്ടുകാരന് പരിക്കു പറ്റിയതിനെ തുടർന്നാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചത്. സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും വിദേശികളായ പലരും വീട്ടിനു പുറത്തേക്കിറങ്ങാൻ ഭയപ്പെടുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഇതിന്റെ തീവ്രവാദി വിഭാഗവുമായ മജീദ് ബ്രിഗേഡും പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരായി പ്രവർത്തിക്കുന്ന രണ്ടു ഭീകര സംഘടനകളാണ്. ഈ അടുത്ത കാലത്ത് കൊറ്റയിലെ ട്രെയിൻ തകർത്തത് ഇവരാണ്. പാകിസ്ഥാനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വന്ന ചൈനക്കാർ സഞ്ചരിച്ചിരുന്ന വാഹനം ബോംബ് വെച്ച് തകർത്തതും ഇവരാണ്. നിരവധി ചൈനക്കാർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്ക് സ്വയം ഭരണാവകാശം നൽകണം എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇവരെ ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ചൈനയും പാകിസ്ഥാനും ചേർന്ന് സുരക്ഷാ സമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം പാസ്സായില്ല. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ എതിർപ്പ് കൊണ്ടാണ് ഈ പ്രമേയം പരാജയപ്പെട്ടത്. അമേരിക്ക ഈ രണ്ടു സംഘടനകളെയും സ്വന്തം നിലയിൽ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകരന്മാരുടെ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്താറായിട്ടില്ല എന്ന വിശദീകരണമാണ് അമേരിക്കയും സഖ്യകക്ഷികളും നൽകുന്നത്. വ്യാഴാഴ്ച ഇറാനെ ആക്രമിക്കുമെന്ന് ചൊവ്വാഴ്ച ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിരുന്നു. ഇതേക്കുറിച്ച് ലോകം വലിയ ആശങ്കയിലായിരുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാനെ ആക്രമിക്കില്ലെന്നും ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായും ബുധനാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചു. അറബ് രാഷ്ട്രങ്ങളുടെയും ഇറാന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് ഈ നടപടി എന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇത് ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണമായിരുന്നു പ്രധാന വിഷയമെന്നും ഇതിൽ ധാരണയായിട്ടുണ്ടെന്നുമാണ് ട്രംപിന്റെ മറ്റൊരു അവകാശവാദം. എന്നാൽ ചർച്ചകൾ തുടരുകയാണെന്നും അവസാന ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നുമാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ എണ്ണവില ഉയരുന്നതും കോൺഗ്രസിൽ യുദ്ധവിരുദ്ധ മനോഭാവം വളരുന്നതും വേൾഡ് കപ്പും പരിഗണിച്ചാണ് ട്രംപ് ആക്രമണം ഒഴിവാക്കിയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യസഭയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക നിരസിക്കുകയും തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. ഇതൊരു കേസായിട്ടില്ലെന്നും ഒരു പ്രാഥമിക പരിശോധന മാത്രമാണെന്നുമാണ് എതിർകക്ഷിയുടെ വാദം. കോടതിയിലേക്ക് പോയാൽ രാജ്യസഭാ അംഗത്തിന്റെ കാലാവധിയായ 6 വർഷം കഴിഞ്ഞാലും ഒരുപക്ഷെ ഈ കേസ് തീരില്ല എന്നാണ് പരാതിക്കാരിയുടെ ഭയം. ഈ ഭയം അസ്ഥാനത്തല്ല എന്നാണ് മെയ് മാസം 26-ന് മദ്രാസ് ഹൈക്കോടതി തീർപ്പാക്കിയ ഒരു തിരഞ്ഞെടുപ്പ് ഹർജി നൽകുന്ന പാഠം. 2016 മദ്രാസ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇമ്പ ദുരൈ
വിജയിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. എന്നാൽ എതിർ സ്ഥാനാർത്ഥി നൽകിയ തിരഞ്ഞെടുപ്പ് ഹർജിയിൽ വിധിയുണ്ടായത് 2026 പരാതിക്കാരൻ അപ്പാവു ജയിച്ചതായി കോടതി പ്രഖ്യാപിച്ചു. ഇതിനകം പരാജയപ്പെട്ട സ്ഥാനാർത്ഥി MLA ആയി 5 വർഷം പൂർത്തിയാക്കി. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.